നമസ്കാരം. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ഫണ്ട് വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ദേശീയ തലത്തിൽ കേരളത്തെ അപമാനിച്ചുവെന്ന് NK പ്രേമചന്ദ്രൻ MP. നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ വിശ്വാസ്യത തകർന്നുവെന്നും മുഖ്യമന്ത്രിയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടുവെന്നും അദ്ദേഹം പറഞ്ഞു. അവരുടെ യാത്രാപ്പടിയെ സംബന്ധിച്ച്, താമസ ചെലവിനെ സംബന്ധിച്ച്, ഭക്ഷണ ചെലവിനെ സംബന്ധിച്ച് എന്നിട്ട് ഒരു ഉറപ്പുമില്ലാതെയാണ് ഒരു മന്ത്രിബന്ധ പ്രൊജക്ഷൻ എസ്റ്റിമേറ്റ് ആണ്. ശരിയാണ്, മുൻകാല ഗവൺമെന്റുകളും കൊടുത്തിട്ടുണ്ട്. ആ എസ്റ്റിമേറ്റ് കൂടുതൽ പ്രൊജക്ട് ചെയ്ത് കൊടുക്കും. ആക്ച്വൽ എസ്റ്റിമേറ്റിനേക്കാൾ കൂടുതൽ ഇത് നടന്നു കഴിഞ്ഞ സംഭവമല്ലേ? എത്ര ശവശരീരം മറവ് ചെയ്തു എന്നതിന് കണക്കുണ്ട്. അതെങ്ങനെയാണ് അധികരിച്ച് കാണിക്കാൻ കഴിയുക? എത്ര വോളണ്ടിയേഴ്സ് ആണ് വർക്ക് ചെയ്തത് എന്നുള്ള ആക്ച്വൽ കണക്കുണ്ടല്ലോ. അവരെങ്ങനെയാണ് അവർക്ക് ഭക്ഷണം കൊടുത്തു, താമസ സൗകര്യം കൊടുത്തു, യാത്രാപ്പണി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എക്സാജറേറ്റഡ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്രൊജക്ഷൻ എസ്റ്റിമേറ്റ് എങ്ങനെയാണ് കൊടുക്കാൻ കഴിയുക? ഇത് തത്സമയ സംപ്രേക്ഷണത്തിലുള്ള 24 മണിക്കൂർ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ അച്ചടി മാധ്യമത്തിലൂടെയും ദൃശ്യമാധ്യമത്തിലൂടെ തത്സമയ വിവരങ്ങൾ കൈമാറുകയിൽ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അവർക്ക് പൈസ കൊടുത്തു അല്ലെങ്കിൽ കൊടുക്കേണ്ടി വരും ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് എന്ന് കൊടുക്കാനാ? ഇത്രയും ബാലിശമായി നിരുത്തരവാദപരമായി ഞാൻ നിഷേധിക്കുന്നില്ല. ഇപ്പോ സാധാരണഗതിയിലൊക്കെ വെള്ളപ്പൊക്കക്കെടുതി ഉണ്ടായാൽ, സുനാമി ദുരന്തം ഉണ്ടാകുമ്പോഴൊക്കെ എക്സാജറേറ്റ് ചെയ്തുകൊണ്ട് എമൗണ്ട് കൊടുക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എല്ലാ ഗവൺമെന്റുകളും കൊടുത്തിട്ടുണ്ട്. കാരണം 1500 കോടി കൊടുത്താലാണ് ഒരു 500 കോടി അല്ലെ 300 കോടി കിട്ടുക. പക്ഷെ കൊടുക്കുമ്പോൾ യുക്തിസഹമായി ലോജിക്കലായി കൊടുക്കണ്ടേ? ഇത് അങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത്? അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ശവശരീരത്തിന്റെ എണ്ണം കൂടുതൽ, അതിന്റെ തുകയും കൂടുതലല്ലോ. അതുപോലെ ഞാൻ വോളണ്ടിയേഴ്സിന്റെ കാര്യം പറഞ്ഞു. ബെയിലി പാലത്തിന് താഴെ കല്ല് പാകിയതുമായി ബന്ധപ്പെട്ട കണക്കിനെ കുറിച്ചൊക്കെ എത്ര കേരളത്തിന് തന്നെ അപമാനകരമായ നിലയിൽ പുനരധിവാസത്തിലും വസ്തു വാങ്ങുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള തുക എക്സാജറേറ്റ് ചെയ്ത് കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? ഫ്ലഡ് റിലീഫ് ഫണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് സ്വയം ആക്ഷേപം ഏറ്റുവാങ്ങിയതിനു ശേഷം മറ്റുള്ളവരുടെ മേൽ കുറ്റം ചാർത്താൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത്. സത്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വിശ്വാസത്തെയാണ് തകർന്നത്. ഗവൺമെന്റ് അല്ലേ? ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് എന്നിട്ട് പറയുന്നത് ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത മെമ്മോറാണ്ടത്തിൽ എസ്റ്റിമേറ്റഡ് പ്രൊജക്ഷൻ ആണ് എന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചാൽ ഇങ്ങനെയാണോ പ്രൊജക്ഷൻ കൊടുക്കുന്നത്? ഇങ്ങനെയാണോ എസ്റ്റിമേറ്റ് അധികരിച്ചു കൊടുക്കുന്നത്? അപ്പൊ അതിന് പ്രതിപക്ഷത്തെ കുറ്റം പറയാണ്. ക്യാപ്സ്യൂൾ ഉണ്ടാക്കി പ്രകടനം നടത്താൻ വേണ്ടി പ്രതിപക്ഷത്തെ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങനെ അസത്യമായിട്ടുള്ള സത്യവാങ്മൂല സ്റ്റേറ്റ്മെന്റ് കൊടുക്കാമോ? പ്രൊജക്ഷൻ എസ്റ്റിമേറ്റ് ഓക്കെ. അപ്പൊ ഇത് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട വോളണ്ടിയേഴ്സ്, അവിടെ സൗജന്യമായി ഭക്ഷണം, ഞങ്ങളൊക്കെ അവിടെ പോയതാ, സൗജന്യമായി ഭക്ഷണം വിതരണം ചെയ്തിട്ടുള്ള സന്നദ്ധ പ്രവർത്തകർ, അതുപോലെ ക്രൈം ഓപ്പറേറ്റേഴ്സ്, എത്ര രൂപത്തിൽ നടന്നിട്ടുള്ള ആ നിഷ്കാമമായ നിസ്വാർത്ഥമായിട്ടുള്ള ഒരു പ്രവർത്തനത്തെ പോലും ധനപരമായ ബാധ്യതയായി ചിത്രീകരിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ തന്നെ കേരളത്തിന് അവമതിപ്പുണ്ടാക്കുന്ന നിലയിൽ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്ത മെമ്മോറാണ്ടം തന്നെ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് അക്കൗണ്ട്സ് തന്നെ ഈ ഗവൺമെന്റിന്റെ പിടിപ്പുകളുടെ കെടുകാര്യസ്ഥതയും തെളിയിക്കുന്നതാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. ഭരണ നിർവഹണ പ്രക്രിയയിൽ മുഖ്യമന്ത്രിക്ക് ഒരു ശ്രദ്ധയില്ല. അദ്ദേഹത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു. കാരണം അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിന്റെ മുന്നിൽ നിലനിൽക്കുന്ന നിരവധി അന്വേഷണങ്ങൾ, ആ അന്വേഷണങ്ങളിൽ നിന്ന് വിമുക്തമാകുക എന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ടയും ഇന്ന് സംസ്ഥാന മുഖ്യമന്ത്രിക്കില്ല. സംസ്ഥാന ഭരണത്തലവൻ തന്നെ നിരായുധനായി ഈ തരത്തിൽ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഗവൺമെന്റിനെ നിയന്ത്രിക്കാനും കഴിയാത്തൊരു അവസ്ഥയിൽ എത്തിയ പശ്ചാത്തലത്തിലാണോ അതിശക്തമായ പ്രതിഷേധം പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ ഉണ്ടായത്? ചുരുക്കത്തിൽ കേരളം സംസ്ഥാനം ഒരു അരാജകാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭരണമില്ലാത്തൊരവസ്ഥയിലേക്ക്. അതിന്റെ കൂട്ടത്തിലാണ് വൈദ്യുതി ചാർജിന്റെ വർധനവിനെ സംബന്ധിച്ച് വീണ്ടും എത്ര പ്രാവശ്യമാണ് ഈ യൂണിറ്റിന് 2 പൈസ വെച്ച് കൂട്ടിയേ തീരൂ എന്ന നിലയിലേക്കാണ് വീണ്ടും 6 മാസം പോലുമായില്ല വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ മേൽ അധികഭാരം അടിച്ചേൽപ്പിക്കുകയും ഭരണരംഗത്ത് ഗുരുതരമായ വീഴ്ചയും അപജയവും സൃഷ്ടിക്കുകയും അതിന്റെ ബാധ്യത മുഴുവൻ സംസ്ഥാനത്ത് ജനങ്ങൾ താങ്ങുകയും ചെയ്യേണ്ടുന്ന ഒരു അവസ്ഥയിലേക്കാണ് കേരളം പോകുന്നത്. ഇതിനൊക്കെ എതിരായിട്ടുള്ള പ്രതിഷേധവും
സമരവുമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ RSP നേതൃത്വത്തിൽ തന്നെ ഈ അടുത്ത ദിവസങ്ങളിൽ നടത്തിയിട്ടുള്ള പ്രക്ഷോഭങ്ങൾ, പ്രതിഷേധ സമരങ്ങൾ അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. തീർച്ചയായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, കാരണം ഈ ഗവൺമെന്റ് പൂർണ്ണമായും ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു. ആ ഒറ്റപ്പെട്ടിരിക്കുന്ന ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വീണ്ടും വർഗീയമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് പല നയങ്ങളും നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. വീണ്ടും തീർച്ചയായും ഈ ഗവൺമെന്റിനെതിരായി ചെറുതും വലുതുമായിട്ടുള്ള ശക്തമായ പ്രതിഷേധ സമരവുമായി RSP മുന്നോട്ട് പോകും. RSP കൂടി പങ്കാളിത്തമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലും അത്തരത്തിലുള്ള സമര പരിപാടികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ്.